നമസ്കാരം. ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മീനക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാരുടെ കഷ്ടകാലം മാറി നല്ല കാലം തുടങ്ങുന്നതിനെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത്. ഈ കൂറിൽ ജനിച്ച പൂരുരുട്ടാതി നക്ഷത്രം 4-ാം പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർക്കിപ്പോൾ ചാരവശാൽ നല്ല സമയമല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്കിപ്പോൾ 7.5 ശനിയിലെ ജന്മശനി സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 7.5 ശനിയിലെ അഥവാ 7.5 വർഷം നീണ്ടു നിൽക്കുന്ന ശനിയുടെ ഗോചര കഷ്ടകാലങ്ങളിൽ ഏറ്റവും കഷ്ടം പിടിച്ച സമയമാണ് ജന്മശനി. ശനി കുംഭം രാശിയിൽ പ്രവേശിച്ചപ്പോൾ മുതൽ മീനക്കൂറുകാർക്ക് 7.5 ശനി തുടങ്ങിയിരുന്നു. ഏകദേശം 2.5 വർഷമാണ് ശനി കുംഭം രാശിയിൽ നിന്നത്. ഇതിനെ 7.5 ശനിയുടെ ആദ്യ ചരണം എന്നാണ് പറയുന്നത്. ശനി കുംഭം രാശി വിട്ട് മീനൻ രാശിയിൽ പ്രവേശിച്ചതോടുകൂടി ഇവർക്ക് 7.5 ശനിയിലെ ജന്മശനി തുടങ്ങി. മീനൻ രാശിയിൽ ശനി നിൽക്കുന്ന 2.5 വർഷക്കാലത്തെ 7.5 ശനിയുടെ 2-ാം ചരണം അഥവാ ജന്മശനി എന്ന് പറയുന്നു. ഈ ജന്മശനിയാണ് 7.5 ശനിയിലെ ഏറ്റവും ദുരിതം പിടിച്ച സമയം. ശനി മേടം രാശിയിൽ പ്രവേശിക്കുന്നതോടുകൂടി ഇവർക്ക് ജന്മശനി കഴിഞ്ഞ് 7.5 ശനിയിലെ അന്തിമ ചരണം അഥവാ 3-ാം ചരണം തുടങ്ങുകയും ശനി ഇടവം രാശിയിലേക്ക് മാറുന്നതോടുകൂടി 7.5 ശനി പൂർണ്ണമായും വിട്ടൊഴിയുകയും ചെയ്യുന്നു. 7.5 ശനിയിൽ പൊതുവെ ഒരു കാര്യങ്ങളും ശരിയായ വിധത്തിൽ നടക്കുകയില്ല. എന്തിനും ആദ്യം ഒരു തടസ്സമുണ്ടാകും. ഈ സമയം പലർക്കും ജോലി കിട്ടി അന്യദേശവാസം ചെയ്യേണ്ടി വന്നേക്കാം. അന്യദേശവാസം മൂലമുണ്ടാകുന്ന കഷ്ടപ്പാടുകൾ അനുഭവിപ്പിക്കുവാൻ വേണ്ടി ജോലി കിട്ടിയെന്നും വരാം. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ദൂരസ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടുക വഴി ഉണ്ടാകാവുന്ന ദുരിതങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ സ്ഥാനക്കയറ്റം കിട്ടിയായിരിക്കും സ്ഥലം മാറ്റം ഉണ്ടാകുക. ഈ സമയം യാത്രാക്ലേശങ്ങൾ ഉണ്ടാകുവാനും സ്വജനങ്ങളുടെ വിരോധം സമ്പാദിക്കുവാനും ധനനഷ്ടം നേരിടുന്നതിനും അപകടങ്ങൾ ഉണ്ടാകുന്നതിനും അപമാനത്തിനും വിരഹദുഃഖത്തിനും നിരാശതാബോധത്തിനും സാധ്യതയുള്ള സമയമാണ്. ചിലപ്പോൾ ഈ സമയം വിവാഹം നടക്കുക വഴി സ്വന്തം ബന്ധുക്കാരെ വിട്ട് ദൂരസ്ഥലത്തേക്ക് പോകേണ്ടി വരികയും ചെയ്യാം. കടമെടുത്ത് വീട് പണിയുകയോ വാഹനം വാങ്ങുകയോ ചെയ്യുക വഴി സാമ്പത്തിക ഞെരുക്കത്തിനും സാധ്യതയുണ്ടാകാം. ധർമ്മത്തിൻ്റെ പാതയിൽ കൂടി സഞ്ചരിക്കുന്നവർക്ക് മേൽപ്പറഞ്ഞ വിധത്തിലുള്ള നല്ല ഫലങ്ങൾ നൽകിക്കൊണ്ടായിരിക്കും ശനി ദോഷഫലങ്ങൾ നൽകുന്നത്. അല്ലാത്തവർക്ക് വളരെയധികം വിഷമകരമായ അവസ്ഥയായിരിക്കും 7.5 ശനി സമയം. എന്നാൽ ഈ സമയം നല്ല നക്ഷത്രദശാ സമയമോ അപഹാര സമയമോ ആണ് നടക്കുന്നതെങ്കിൽ ദോഷഫലങ്ങളിൽ കുറവ് വരും. മീനക്കൂറുകാർക്ക് ശനി മാത്രമല്ല വ്യാഴവും ഇപ്പോൾ അനിഷ്ടസ്ഥാനമായ 4-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. അതുമൂലം ഇവർക്ക് സുഖഹാനിയും സഹോദരങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമുള്ള ദുഃഖാനുഭവങ്ങളും പല പ്രകാരത്തിലുള്ള വ്യസനവും സ്വജനങ്ങൾക്ക് അരിഷ്ടതയും ഉണ്ടാകാം. രാഹുവും ഇവർക്കിപ്പോൾ അനിഷ്ടസ്ഥാനമായ 12-ാം ഭാവത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രധാന ഗ്രഹങ്ങളായ ശനി, വ്യാഴം, രാഹു എന്നീ 3 ഗ്രഹങ്ങളും ഇവർക്കിപ്പോൾ അനിഷ്ടഭാവത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ 1/6/2026 മുതൽ ഈ കഷ്ടഫലങ്ങൾക്ക് മാറ്റം വരാൻ പോവുകയാണ്. മീനക്കൂറുകാരുടെ രാശിനാഥനായ വ്യാഴം 1/6/2026 അതിൻ്റെ ഉച്ചരാശിയായ കർക്കിടകം രാശിയിലേക്ക് മാറുകയാണ്. ഇവർക്ക് വ്യാഴത്തിൻ്റെ രാശിമാറ്റം അതിൻ്റെ ഇഷ്ടഭാവമായ 5-ാം ഭാവത്തിലേക്കാണ്. മീനക്കൂറിൻ്റെ ഇഷ്ടഭാവത്തിലും ഉച്ചരാശിയിലുമായി വ്യാഴം നിൽക്കുന്നത് കാരണം 1/6/2026 മുതൽ ഇവർക്ക് പലവിധത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. സ്വന്തം പ്രവൃത്തിയിൽ കൂടിയല്ലാതെ സന്താനങ്ങളിൽ നിന്നും കളത്രം വഴിയും ഇവർക്ക് ധനലാഭം ഉണ്ടാകും. ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടുക വഴി അഥവാ പുതിയ നല്ല ജോലി കിട്ടുക വഴി ഇവരുടെ ധനസ്ഥിതി മെച്ചപ്പെടും. ഈ സമയം പുതിയ വീട് പണി തുടങ്ങുന്നതിനും ഗൃഹം പുനരുദ്ധീകരിക്കുന്നതിനും പുതിയ ഗൃഹത്തിൽ താമസമാക്കുന്നതിനോ സാധ്യതയുണ്ട്. വാഹനങ്ങളും ഈ സമയം വാങ്ങാവുന്നതാണ്.
അവിവാഹിതരുടെ വിവാഹം നടക്കുന്നതിനും വിവാഹിതർക്ക് സന്താനങ്ങളുടെ വിവാഹം നടത്തി കൊടുക്കുന്നതിനും സാധിക്കുന്ന സമയമാണിത്. ഇവർക്ക് ഭാര്യ അഥവാ ഭർത്താവിനെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും സന്താനങ്ങളെ കൊണ്ടുള്ള മനസ്സന്തോഷവും ഉണ്ടാകും. സന്താനപ്രാപ്തിക്കായി ആഗ്രഹിക്കുന്നവർക്ക് അതിന് യോഗമുള്ള സമയമായിരിക്കും ഇത്. പ്രവർത്തന മേഖലയിലെ മാന്ദ്യമൊക്കെ മാറി മിക്ക കാര്യങ്ങളിലും ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കുകയും വിജയിക്കുകയും ചെയ്യും. ജനങ്ങളിൽ നിന്നുള്ള കൂടുതൽ സഹകരണങ്ങൾക്കും സൽകീർത്തി ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. പിതാവിൽ നിന്നോ പിതൃതുല്യരായരിൽ നിന്നോ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകാം. പുതിയ വസ്ത്രങ്ങളോ സ്വർണ്ണാഭരണങ്ങളോ വാങ്ങുന്നതിനും സ്ത്രീജനങ്ങളാലുള്ള സുഖാനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. ഇതിലെല്ലാം ഉപരിയായി ഇവർക്ക് 7ാം ശനിയിലെ തിക്തഫലങ്ങളിൽ കുറവ് വരും. എങ്ങനെയെന്നാൽ വ്യാഴം കർക്കടകൻ രാശിയിൽ നിൽക്കുമ്പോൾ വ്യാഴത്തിൻ്റെ 9ാം ഇടത്തേക്കുള്ള വിശേഷാൽ പൂർണ്ണദൃഷ്ടി ശനിയുടെ മേൽ പതിക്കുന്നു. ശനി ഇപ്പോൾ മീനം രാശിയിലാണല്ലോ നിൽക്കുന്നത്. കർക്കടകം രാശിയുടെ 9ാം രാശിയാണ് മീനം രാശി. മീനൻ രാശി വ്യാഴത്തിൻ്റെ സ്വന്തം രാശിയുമാണ്. അതിനാൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിക്കുന്നത് അതിൻ്റെ സ്വന്തം രാശിയായ മീനത്തിലേക്കും അവിടെ നിൽക്കുന്ന ശനിയുടെ മേലുമാണ്. ശുഭഗ്രഹങ്ങളുടെ യോഗദൃഷ്ടിയാദികളാൽ പാപഗ്രഹങ്ങളുടെ പാപഫലദാനശേഷികൾ കുറയുകയും ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുകയും ചെയ്യും. അതിനാൽ വ്യാഴത്തിൻ്റെ കർക്കടകൻ രാശിയിലേക്കുള്ള മാറ്റത്തോടുകൂടി ജന്മശനിയിലെ ദോഷഫലങ്ങളിൽ കുറവ് കണ്ടു തുടങ്ങും. ശാരീരിക ബുദ്ധിമുട്ടുകളും അലച്ചിലും കുറയുകയും സ്വന്തം ബന്ധുക്കാരിൽ നിന്നുള്ള വിഷമതകൾ കുറയുകയും ചെയ്യും. ശാരീരിക ഉന്മേഷവർദ്ധനവും ഉണ്ടാകും. തടസ്സപ്പെട്ട് കിടക്കുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ കഴിയും. വാണിജ്യ വ്യവസായ രംഗങ്ങളിലുള്ള മാന്ദ്യം മാറി അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ലാഭകരമായി പ്രവർത്തിക്കുവാൻ കഴിയും. രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിൽ കാര്യമായ ശമനമുണ്ടാകും. ശാരീരിക സ്വാസ്ഥ്യം വീണ്ടെടുക്കും. യാത്രാക്ലേശങ്ങൾ ഒഴിവായി കിട്ടുന്നതിനും ദൂരസ്ഥലത്തേക്ക് സ്ഥലം മാറിപ്പോയവർക്ക് സ്വന്തം വീടിനടുത്തേക്ക് തിരികെ സ്ഥലം മാറി വരുന്നതിനും സാധ്യതയുണ്ട്. അതുവഴി കുടുംബവുമൊത്ത് സന്തോഷകരമായി മുമ്പോട്ട് നീങ്ങുവാനുള്ള സാഹചര്യമുണ്ടാകും. ജോലിഭാരം കുറയുന്നതിനും മേലധികാരികളിൽ നിന്നുള്ള സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. സഹോദരങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് മൂത്ത സഹോദരങ്ങളിൽ നിന്നുമുള്ള സഹായ സഹകരണങ്ങൾ വർദ്ധിക്കും. മേൽപ്പറഞ്ഞ നല്ല ഫലങ്ങളൊക്കെ വ്യാഴത്തിൻ്റെ കർക്കടകം രാശിയിലേക്കുള്ള രാശിമാറ്റം മൂലം ഉണ്ടാകുവാൻ പോകുന്ന ഫലങ്ങളാണ്, അല്ലാതെ 7ാം ശനി മാറുന്നത് മൂലമല്ല. വ്യാഴത്തിൻ്റെ ദൃഷ്ടി മൂലം 7ാം ശനിയുടെ ദുഷ്ഫലങ്ങളിൽ കുറവ് വരുമെന്ന് മാത്രം. അതിനോടൊപ്പം വ്യാഴത്തിൻ്റെ നല്ല ഫലങ്ങളും അനുഭവത്തിൽ വന്നു തുടങ്ങും. മീനക്കൂറുകാർക്ക് 7ാം ശനിയിലെ ജന്മശനി 2/6/2027 വരെ നീണ്ടു നിൽക്കും. ഏകദേശം ഈ സമയം വരെ വ്യാഴം കർക്കടകൻ രാശിയിൽ നിന്നുകൊണ്ട് ശനിയെ വീക്ഷിക്കുന്നതിനാൽ ശനിയുടെ ദോഷഫലങ്ങളിൽ കുറവ് വരും. അതിനുശേഷം 3/6/2027 മുതൽ ശനി ഇവർക്ക് 7ാം ശനിയിലെ അവസാന ചരണമായ 3ാം ചരണത്തിലേക്ക് മാറും. 7ാം ശനിയിലെ 3ാം ചരണം മറ്റ് ചരണങ്ങളെ അപേക്ഷിച്ച് അത്രയധികം ദോഷം ചെയ്യുകയില്ല. 7ാം ശനിയിലെ ഏറ്റവും ദോഷപ്രദമായ സമയം ജന്മശനി സമയമായ 2.5 വർഷ സമയമാണ്. അതിലും കുറവ് ദോഷം 7ാം ശനിയിലെ ആദ്യ ചരണമായ 2.5 വർഷത്തിനാണ്. 7ാം ശനിയിലെ ഏറ്റവും കുറഞ്ഞ ദോഷഫലം അനുഭവത്തിൽ വരുന്നത് അവസാന ചരണമായ 3ാം ചരണത്തിലാണ്. അതിനാൽ 1/6/2026 മുതൽ ജന്മശനി കഴിയുന്നതുവരെ വ്യാഴത്തിൻ്റെ കൃപാകടാക്ഷവും സുസ്ഥാനസ്ഥിതിയും ഉള്ളത് കാരണം ദോഷഫലങ്ങളിൽ കാര്യമായ കുറവ് വന്നു തുടങ്ങുകയും നല്ല ഫലങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുകയും ചെയ്യും. എങ്കിലും 7ാം ശനിയുടെ ദോഷഫലങ്ങൾ ശമിക്കുവാൻ വേണ്ടി നീരാഞ്ജനം മുതലായ ശനിപ്രീതികരങ്ങളായ വഴിപാടുകൾ ചെയ്യുന്നവർ അത് തുടരുകയും 7ാം ശനി അവസാനിക്കുന്നതുവരെ ചെയ്യുകയും ചെയ്താൽ കൂടുതൽ നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരും. പ്രത്യേകിച്ചും ഈ സമയം ദോഷപ്രദമായ ദശാസമയമോ അപഹാര സമയമോ നടക്കുന്നവർ തീർച്ചയായും ശനിപ്രീതികരങ്ങളായ കർമ്മങ്ങൾ തുടർന്നു കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ 7ാം ശനി അവസാനിക്കുന്നതുവരെ ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും
വാഹനം മുതലായവ ഓടിക്കുമ്പോഴും ജനങ്ങളുമായി ഇടപഴകുമ്പോഴും അല്പം ജാഗ്രത പുലർത്തുന്നതും നല്ലതായിരിക്കും. എല്ലാവർക്കും ഇങ്ങനെയുള്ള സൗഭാഗ്യങ്ങൾ കിട്ടണമെന്നില്ല. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു വർഷം ഏറ്റവും കഷ്ടതകൾ നിറഞ്ഞ ജന്മശനിയുടെ മധ്യഭാഗമാണ് വരാൻ പോകുന്നത്. ഈ സമയം ഇവരുടെ രാശിനാഥനായ വ്യാഴം ഉച്ചരാശിയിലായി വരികയും അവിടെ നിന്നുകൊണ്ട് സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനിയെ ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്നതിനാലാണ് ഈ ഏറ്റവും ദുരിതം പിടിച്ച സമയം ഒഴിവായി കിട്ടുന്നത്. ഇത് അത്യപൂർവമായി മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുമെന്നും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ശുഭാശംസകൾ.